നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ചില പാട്ടുകൾ, എല്ലാ പാട്ടുകളുമല്ല, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടം വരാം. അല്ലേ? നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും വരാം. എന്നാൽ ചില സമയത്ത് ചില പ്രത്യേകതരം പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികാര ബുദ്ധിയോ ദേഷ്യമോ ഒക്കെ വരാം. അതായത് സംഗീതം എന്ന് പറയുന്നത് മനുഷ്യന്റെ വികാരങ്ങളെ തൊട്ടുണർത്തുന്ന ഒന്നാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങളിൽ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ടാകും. സംഗീതത്തിന് ഇസ്ലാം മതത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉള്ളതിനെക്കുറിച്ചും നിങ്ങൾക്കറിയാമായിരിക്കും. സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ വികാര മാറ്റങ്ങൾക്ക് പിന്നിൽ കൃത്യമായ മനഃശാസ്ത്രപരവും ശരീരശാസ്ത്രപരവുമായ കാരണങ്ങളുമുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിൽ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലിംബിക് സിസ്റ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സംഗീതം കേൾക്കുമ്പോൾ ഈ ഭാഗം നേരിട്ട് ഉത്തേജിക്കപ്പെടുകയാണ്. വേഗതയുള്ള താളവും മേജർ സ്കെയിലുകളുമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ മസ്തിഷ്കം ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുകയും ഇത് നമുക്ക് പെട്ടെന്ന് ആവേശം നൽകുകയും ചെയ്യുന്നു, ഒരു സന്തോഷം അനുഭവപ്പെടുക. സാവധാനത്തിലുള്ള താളവും മൈനർ സ്കെയിലിലുള്ള പാട്ടുകളും മസ്തിഷ്കത്തെ ശാന്തമാക്കുകയും ചിലപ്പോൾ സങ്കടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ചില സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയാതെ കണ്ണ് നിറയുന്നതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക നിമിഷങ്ങളുമായിട്ട് സംഗീതം കണക്ട് ചെയ്യപ്പെട്ടിരിക്കും. പണ്ട് സങ്കടപ്പെട്ടിരുന്ന സമയത്ത് നിങ്ങൾ കേട്ടിരുന്ന ഒരു പാട്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കേൾക്കുമ്പോഴും അതേ സങ്കടം വരുന്നത് മസ്തിഷ്കം ആ പാട്ടിനെ പഴയ ഓർമ്മയുമായിട്ട് ടാഗ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഇതിനെ മ്യൂസിക് ഇവോക്ഡ് ഓട്ടോ ബയോഗ്രഫിക്കൽ മെമ്മറീസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഒരു ഗായകൻ പാടുമ്പോൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ, അതായത് കരച്ചിലിൻ്റെയോ സന്തോഷത്തിൻ്റെയോ ഭാവം നമ്മുടെ മസ്തിഷ്കം അതേപടി പകർത്താൻ ശ്രമിക്കും. ഇതിനെ സഹായിക്കുന്നതാണ് മിറർ ന്യൂറോണുകൾ. പാട്ടുകാരൻ അനുഭവിക്കുന്ന അതേ വികാരം കേൾവിക്കാരനിലേക്കും പകരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഹൃദയമിടിപ്പും ശ്വസനഗതിയും സംഗീതത്തിൻ്റെ താളത്തിനൊത്ത് മാറാൻ തുടങ്ങും. വളരെ ഉച്ചത്തിലുള്ളതും ക്രമരഹിതവുമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, അതായത് ഹെവി മെറ്റൽ അല്ലെങ്കിൽ തീവ്രമായ യുദ്ധ സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഫൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അത് ഉണർത്തും. ഇത് രക്തസമ്മർദ്ദം കൂട്ടുകയും ദേഷ്യമോ അമിതമായ ആവേശമോ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യനിൽ സംഗീതത്തിനും ശബ്ദത്തിനും ഇങ്ങനെ പല തരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിയുമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ അക്കാലത്തെ ശാസ്ത്രജ്ഞരെന്നോ അല്ലെങ്കിൽ സന്യാസിമാരെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, അവർ കണ്ടെത്തിയിരുന്നു എന്നതാണ് ഇന്നും ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത. ഇന്നിപ്പോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സയൻസിന്റെ തന്നെ വിവിധ ശാഖകളെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ പുരാതന കാലത്ത് വിവിധ മേഖലകളിൽ ഉണ്ടായ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പുരോഗതികളുണ്ട്. ഉദാഹരണത്തിന് കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതുപോലെ തടികളിൽ അത്ഭുതകരമായ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ നമുക്ക് ഇന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ശാസ്ത്രശാഖകൾ ഇന്ന് നിലനിൽക്കുന്നത് പോലെ പല പല മേഖലയിൽ പുരാതന കാലത്തെ മനുഷ്യൻ വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് ഭാരതീയ സംസ്കാരത്തിൽ സംഗീതത്തിനും ശബ്ദത്തിനും ലഭിച്ച സമാനതകളില്ലാത്ത വളർച്ച. ശബ്ദത്തെക്കുറിച്ചുള്ള ദാർശനിക കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. ഭാരതീയ തത്വചിന്തയിൽ ശബ്ദം എന്നത് വെറും ഒരു വിനോദ ഉപാധിയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. നാദബ്രഹ്മം എന്ന സങ്കല്പം ശബ്ദത്തിന് നൽകുന്നത് ഒരു ദൈവീക പരിവേഷമാണ്. സൂക്ഷ്മമായ ശബ്ദങ്ങളെ പോലും തിരിച്ചറിയാനും അവയെ തരംതിരിക്കാനും നമ്മുടെ പൂർവികർക്ക് കഴിഞ്ഞിരുന്നു. സംഗീതത്തിന്റെ ഉറവിടം എന്ന് അറിയപ്പെടുന്ന സാമവേദം മന്ത്രങ്ങൾ എങ്ങനെ താളാത്മകമായി ആലപിക്കണം എന്നത് ലോകത്തിന് കാണിച്ചു തന്നു. ശബ്ദങ്ങളുടെ ഉച്ചാരണം, സ്വരസ്ഥാനം, സമയം എന്നിവയെക്കുറിച്ച് വ്യക്തമായ ശാസ്ത്രീയ പഠനങ്ങൾ 5000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ നിലനിന്നിരുന്നു. മന്ത്രങ്ങൾ തെറ്റുകൂടാതെ തലമുറകളിലേക്ക് കൈമാറാൻ വികസിപ്പിച്ചെടുത്ത രീതികൾ ശബ്ദത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെയാണ് പരിപോഷിപ്പിക്കുന്നത്. പാശ്ചാത്യ സംഗീതം പ്രധാനമായും 12 നോട്ട്സുകളെ അടിസ്ഥാനമാക്കിയാകുമ്പോൾ ഭാരതീയ സംഗീതം ശ്രുതികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലനിൽക്കുന്നത്. ഒരു ഒക്ടേവിനുള്ളിൽ 22 സൂക്ഷ്മ ശ്രുതികളെ തിരിച്ചറിഞ്ഞ് അവയെ ഉപയോഗിക്കാൻ ഭാരതീയ സംഗീതത്തിന് കഴിഞ്ഞു. ഓരോ രാഗവും ഓരോ ഭാവത്തെയും സമയത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് സംഗീതത്തെ മനുഷ്യന്റെ വികാരങ്ങളുമായും പ്രകൃതിയുടെ താളവുമായും ആഴത്തിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്.
ലോകത്തിലെ തന്നെ ഏറ്റവും ശാസ്ത്രീയവും സങ്കീർണവുമായ താളക്രമങ്ങൾ ഭാരതീയ സംഗീതത്തിൻ്റെതാണ്. ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെയാണ് ഓരോ താളവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സംഗീതത്തെ മോക്ഷത്തിലേക്കുള്ള വഴിയായിട്ടും ഇവിടുത്തെ യോഗികൾ കണ്ടിരുന്നു. ശബ്ദതരംഗങ്ങൾ മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങളെയും മനസ്സിനെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് സ്വരശാസ്ത്രം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഭാരതീയ സംഗീതത്തില് ഓരോ വികാരത്തെയും പ്രതിനിധീകരിക്കുന്ന പ്രത്യേക രസങ്ങളുണ്ട്. വീരരസം എന്ന് പറയുന്നത് ആവേശം നൽകാനാണ്. കരുണരസം എന്ന് പറയുന്നത് സങ്കടം തോന്നിപ്പിക്കാനാണ്. ശാന്തരസം എന്ന് പറയുന്നത് സമാധാനം നൽകാനാണ്. നിശ്ചിത സ്വരസ്ഥാനങ്ങൾ നമ്മുടെ നാഡീ വ്യവസ്ഥയെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഭാരതീയർക്ക് അറിയാമായിരുന്നു. സംഗീതത്തിന് നമ്മുടെ മസ്തിഷ്കത്തിലെ കെമിക്കലുകളെ മാറ്റാനുള്ള ശേഷിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പുരാതന ഭാരതത്തിലുള്ള മനുഷ്യർ തിരിച്ചറിഞ്ഞിരുന്നു. അതായത് കേവലം കേൾവി സുഖത്തിനപ്പുറം ശബ്ദത്തെ ഒരു ശാസ്ത്രമായും ആത്മീയ മാർഗമായും അതോടൊപ്പം സംഗീതത്തെ മനുഷ്യന്റെ സ്വഭാവത്തെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ തീരുമാനങ്ങളെയും പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായിട്ടും പുരാതന ഭാരതത്തിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതീയ സംഗീത സംസ്കാരം ഇത്രത്തോളം മുന്നിലെത്താൻ അത് കാരണമായിട്ടുണ്ട്. പുരാതന ഭാരതത്തിൽ ഈ ശബ്ദവും സംഗീതവും വെറും കലാരൂപങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് യുദ്ധതന്ത്രത്തിന്റെ പോലും അവിഭാജ്യ ഘടകമായിരുന്നു. ശബ്ദം ഉപയോഗിച്ച് ശത്രുവിനെ മാനസികമായി തളർത്താനും സ്വന്തം സൈന്യത്തെ ഉത്തേജിപ്പിക്കുവാനും അന്നത്തെ തന്ത്രജ്ഞർക്ക് സാധിച്ചിരുന്നു. ഉദാഹരണത്തിന് ശംഖനാദത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. യുദ്ധത്തിന്റെ തുടക്കവും ഒടുക്കവും അറിയിക്കാൻ ശംഖ് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിനപ്പുറം ഒരു പ്രത്യേക ആവൃത്തിയിലുള്ള ശംഖനാദം ശത്രു സൈന്യത്തിൽ ഭീതി ഉണ്ടാക്കാനും സഹായിച്ചിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് കൃഷ്ണന്റെ പാഞ്ചജന്യം മുഴങ്ങിയപ്പോൾ ശത്രുക്കളുടെ ഹൃദയം നടുങ്ങിയെന്ന് വിവരിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ. ഇത് ഒരുതരം സൈക്കോളജിക്കൽ വാർഫെയർ ആയിരുന്നു. യുദ്ധക്കളത്തിൽ മുഴങ്ങുന്ന ഭേരി, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങൾ സൈനികരുടെ ഹൃദയമിടിപ്പിന്റെ താളത്തെ സ്വാധീനിച്ചിരുന്നവയാണ്. വേഗത്തിലുള്ള താളങ്ങൾ സൈനികരിൽ ആവേശം ജനിപ്പിക്കുവാനും അവരെ മുന്നോട്ട് നയിക്കുവാനും ഉപയോഗിച്ചു. ഇതിനെ രണവാദ്യം എന്നാണ് വിളിക്കുന്നത്. ഓരോ താളത്തിനും ഓരോ അർത്ഥമുണ്ടായിരുന്നു. ചില പ്രത്യേക അക്ഷരങ്ങൾ കോർത്തിണക്കിയുള്ള യുദ്ധമന്ത്രങ്ങൾ സൈനികരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ സഹായിച്ചിരുന്നു. ശബ്ദതരംഗങ്ങൾ വായുവിൽ സൃഷ്ടിക്കുന്ന കമ്പനങ്ങൾ ആയുധങ്ങളുടെ പ്രഹരശേഷി കൂട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ശാസ്ത്രവിദ്യയെക്കുറിച്ചും പുരാതന ഗ്രന്ഥങ്ങളിൽ സൂചനകളുണ്ട്. മൃഗങ്ങളെ പരിശീലിപ്പിക്കാൻ പ്രത്യേക ശബ്ദങ്ങൾ ഉപയോഗിച്ചിരുന്നു. ശത്രുപക്ഷത്തെ ആനകളെ പരിഭ്രമിപ്പിക്കാൻ വലിയ ശബ്ദമുണ്ടാക്കുന്ന വാദ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പ്രധാന തന്ത്രമായിരുന്നു. റേഡിയോയും മറ്റ് സാങ്കേതിക വിദ്യകളും ഇല്ലാതിരുന്ന കാലത്ത് കിലോമീറ്ററുകൾ അകലെയുള്ള സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകാൻ വിവിധതരം കൊമ്പുകളും താളങ്ങളും ഉപയോഗിച്ചിരുന്നു. ദൂരത്തിനനുസരിച്ച് ശബ്ദത്തിന്റെ തീവ്രതയും താളവും ക്രമീകരിച്ചിരുന്നു. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം പോലെയുള്ള നിർമ്മിതികളിൽ ശത്രുക്കളുടെ വരവ് ശബ്ദത്തിലൂടെ തിരിച്ചറിയാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പുരാതന ഭാരതത്തിലെ അസ്ത്രങ്ങളും അവ വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങളും വളരെ പ്രശസ്തമാണ്. ചില പ്രത്യേകതരം മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അസ്ത്രങ്ങൾക്ക് സവിശേഷമായ ശക്തികൾ കൈവരുന്നതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചു കാണും. പുരാതന ഭാരതത്തിലെ ഈ സവിശേഷതകൾ ലോകമൊട്ടാകെ തന്നെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇസ്ലാം മതത്തിൽ ഇതിന്റെ ചില സ്വാധീനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സംഗീതം മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കാനും മാറ്റം വരുത്താനും വളരെയധികം ശേഷിയുള്ള ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മതമാണ് ഇസ്ലാം മതവും. ഇസ്ലാമിലെ സംഗീത നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ഇതിൽ നിന്ന് രൂപം കൊണ്ടതാണ്. സംഗീതം മനുഷ്യന്റെ വികാരങ്ങളെ ഉണർത്തുകയും ചിലപ്പോൾ യുക്തിയെ മറികടന്ന് ചിന്തകളെ നയിക്കുകയും ചെയ്യും. ഇസ്ലാം മൗലികമായി വിശ്വസിക്കുന്നത് മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ദൈവസ്മരണയിലായിരിക്കണം എന്നാണ്. സംഗീതം അമിതമായ ആനന്ദത്തിലേക്കോ വിഷാദത്തിലേക്കോ അല്ലെങ്കിൽ ലൗകികമായ ലഹരിയിലേക്കോ നയിച്ച് ദൈവചിന്തയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്ലാം വിശ്വസിക്കുന്നത്. സംഗീതം പലപ്പോഴും വികാരങ്ങളെ നിയന്ത്രണാതീതമായിട്ട് അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കും. എന്നാൽ ഇസ്ലാം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നതിലാണ് ഊന്നൽ നൽകുന്നത്. സംഗീതം നൽകുന്ന ലഹരി മനുഷ്യന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തിയേക്കാം എന്ന ഭയമായിരിക്കാം ഇസ്ലാമിൽ സംഗീതത്തിന് വരുന്ന ചില നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ കാരണം.
സംഗീതത്തെ ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പോഴും അതൊരു തർക്ക വിഷയമാണ്. ചില പണ്ഡിതന്മാരെങ്കിലും സംഗീതം ഇസ്ലാമിന് പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ പൊതുവെ ഇന്ന് ലോകത്തൊട്ടാകെ ഇസ്ലാം മത വിശ്വാസികൾ സംഗീതമൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഇന്ത്യയിലെ രാജാക്കന്മാർ സംഗീതത്തെയും യുദ്ധതന്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നു, നയതന്ത്രത്തിന്റെ ഭാഗമായും ഉപയോഗിച്ചിരുന്നു. രാജാക്കന്മാരുടെ തീരുമാനങ്ങളെയും ഭരണകൂടങ്ങളുടെ തീരുമാനങ്ങളെയും അട്ടിമറിക്കാൻ പോലും സംഗീതത്തിന് കഴിയുമെന്ന് ഇന്ന് പറഞ്ഞാൽ ചിലർക്ക് അവിശ്വസനീയമായി തോന്നാം. എന്നാൽ സംഗീതത്തെ തൊട്ടറിഞ്ഞവർക്ക് ഒരിക്കലും ഇത് അവിശ്വസനീയമാവുകയില്ല. കാരണം നിങ്ങളുടെ ചിന്തകളെയും മനസ്സിനെയും സ്വാധീനിക്കാൻ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന സംഗീതത്തിനും പാട്ടുകൾക്കും കഴിയുന്നുണ്ടെങ്കിൽ പുരാതന ഭാരതത്തിൽ സംഗീതം ഇന്നുള്ളതിനേക്കാൾ വളരെയധികം ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതിന് ഇന്ന് നമുക്കറിയാവുന്നതിനേക്കാൾ കൃത്യമായും സംഗീതത്തെ മനസ്സിലാക്കിയ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ അക്കാലത്ത് ജീവിച്ചിരുന്നു. അവരതിനെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൗതുകകരമായ ഒരു വസ്തുത, സംഗീതം ഇത്രമേൽ വികസിപ്പിച്ച ഭാരതത്തിലേക്ക് ഇസ്ലാം എത്തിയ സമയത്ത് ഒരു പുതിയ സംഗീത ശാഖ തന്നെ ഉടലെടുത്തു എന്നതാണ്, സൂഫി സംഗീതം. മാത്രമല്ല പിൽക്കാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കും സംഗീതത്തെ മാറ്റി നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. സംഗീതം തങ്ങളുടെ മനസ്സിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരികൾ പോലും പിൽക്കാലത്ത് സംഗീതത്തെ അമിതമായിട്ട് ആശ്രയിച്ചിരുന്നു എന്നതാണ് മുഗൾ ചക്രവർത്തിമാരുടെ പോലും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആധുനിക ശാസ്ത്രം സംഗീതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ പുരാതന ഭാരതത്തിൽ ആധുനികമായ സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് അന്നത്തെ മനുഷ്യർ സംഗീതത്തിന് ഇത്രയേറെ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്, സംഗീതത്തെ ഇത്രയും വ്യത്യസ്തമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയത്, അതിൻ്റെ രാഗങ്ങളും താളങ്ങളുമൊക്കെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന രൂപത്തിൽ എങ്ങനെയായിരിക്കാം പുരാതന ഭാരതത്തിൽ സംഗീതം ഇത്രയേറെ വികാസം പ്രാപിച്ചത്? അത് ഇന്നും ഒരു അത്ഭുതം തന്നെയാണ്. സംഗീതത്തിന് മനുഷ്യ ശരീരത്തിലെ ന്യൂറോ ബയോളജിക്കൽ ടൂളായിട്ട് പ്രവർത്തിക്കാൻ കഴിയും, പ്രത്യേകിച്ച് മസ്തിഷ്കത്തിൽ. ഇതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ചില പ്രധാന വസ്തുതകൾ ഞാൻ ഇനി പറയാം. ഒന്ന്, മസ്തിഷ്കത്തിലെ ഹോൾ ബോഡി വർക്കൗട്ട്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളെയും ഒരേ സമയം ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഏക പ്രവൃത്തി സംഗീതം കേൾക്കുകയോ ആലപിക്കുകയോ ചെയ്യുക എന്നതാണ്. സംഗീതം കേൾക്കുന്ന സമയത്ത് മസ്തിഷ്കം നേരത്തെ പറഞ്ഞതുപോലെ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, അതുപോലെ കോർട്ടിസോൾ പോലെയുള്ള പലതരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സന്തോഷം നൽകുന്ന ഹോർമോൺ, സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ, സമ്മർദ്ദമുണ്ടാക്കുന്ന ഹോർമോൺ. അങ്ങനെ സംഗീതം മനുഷ്യ ശരീരത്തിൽ പലവിധം ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സംഗീതത്തിലെ താളത്തിനൊത്ത് മനുഷ്യന്റെ ഹൃദയമിടിപ്പും ശ്വസനഗതിയും ക്രമീകരിക്കപ്പെടുന്ന പ്രതിഭാസവും വളരെയധികം ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ള ഒന്നാണ്. വേഗത്തിലുള്ള സംഗീതം BP അഥവാ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കുകയും ഊർജം നൽകുകയും ചെയ്യുമ്പോൾ സാവധാനത്തിലുള്ള സംഗീതം, ഉദാഹരണത്തിന് ശാസ്ത്രീയ സംഗീതത്തിലെ നീളം കൂടിയ രാഗങ്ങൾ, രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കമില്ലായ്മ പരിഹരിക്കാനും വരെ സഹായിക്കുന്നുണ്ട്. സംഗീതത്തിന് മസ്തിഷ്ക തരംഗങ്ങളെ മാറ്റാൻ കഴിയും. ആൽഫ വേവ്സ്, വിശ്രമവേളകളിൽ ഉണ്ടാവുന്ന തരംഗങ്ങൾ, ശാന്തമായ സംഗീതം ഇവ വർദ്ധിപ്പിക്കുന്നു. ഗാമ വേവ്സ് ഏകാഗ്രതയും പഠനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി വൈദ്യശാസ്ത്രം സംഗീതത്തെ ഔഷധമായി പോലും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇന്നും സംഗീതത്തെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അൽഷിമേഴ്സ് പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഓർമ്മകൾ നഷ്ടപ്പെട്ടവർ അവരുടെ പ്രിയപ്പെട്ട പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്ക്, സംസാര ശേഷി നഷ്ടപ്പെട്ടവർക്ക് പാട്ടുകളിലൂടെ വാക്കുകൾ തിരികെ പിടിക്കാൻ സാധിക്കാറുണ്ട്. വേദനാ സംഹാരി, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദന കുറയ്ക്കാൻ സംഗീതം സഹായിക്കുമെന്ന് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സംഗീതം വെറും ശബ്ദമല്ല, അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ട്യൂൺ ചെയ്യാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ പ്രക്രിയ തന്നെയാണ്. ഇനി സംഗീതം ഉൾപ്പെടെയുള്ള മറ്റ് കലാമേഖലയിൽ ഭാരതത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം, സംഗീതം, നൃത്തം, അഭിനയം എന്നിവയെക്കുറിച്ച് ലോകത്തെ ഏറ്റവും ആധികാരികമായിട്ടുള്ള പുരാതന ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. സംഗീത രത്നാകരം, ഇത് സംഗീത സിദ്ധാന്തങ്ങളെ സമാഹരിച്ച മഹത്തായ ഒരു കൃതിയാണ്. ഗന്ധർവ വേദവും സാമവേദവും സംഗീതത്തെ ഒരു ഉപവേദമായിട്ട്, അതായത് ഗന്ധർവ വേദമായിട്ട് കണക്കാക്കിയ ഏക സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്. വെറും വിനോദം എന്നതിലുപരിയായിട്ട് സംഗീതത്തെ രോഗശാന്തിക്കും ആത്മീയ ഉന്നതിക്കും ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് അവർ വികസിപ്പിച്ചെടുത്തത്. മന്ത്രങ്ങൾ പാടേണ്ട രീതി,
കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്ന സാമവേദം ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ സംഗീത ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ചുരുക്കത്തിൽ സംഗീതത്തെ വെറുമൊരു കേൾവിയായിട്ടല്ല, മറിച്ചൊരു യോഗാഭ്യാസമായി തന്നെ ഭാരതീയ ശാസ്ത്രത്തിൽ കണ്ടിരുന്നു. അതായത് നാദയോഗ എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. അത് തന്നെയാണ് ഭാരതീയ സംഗീതത്തെ മറ്റ് സംഗീതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.